എന്താ ഭംഗി! ഇത് ആനക്കുളം പോകുന്ന വഴിയുള്ള കാഴ്ചയാണ്. കോടമഞ്ഞൊക്കെ താഴെ ഇറങ്ങി വന്നിരിക്കുന്നത്. കണ്ട മലേൻ്റെ താഴെയായിട്ട് ക്ലൗഡ് വീട്ടിലും തന്നെ. ഇപ്പോൾ ആനക്കുളത്തേക്ക് നടന്നു പോവാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ റിസോർട്ടൊക്കെ കണ്ടു, ഒരു ഹോം സ്റ്റേ ഒക്കെ കണ്ടു, ജംഗിൾ വ്യൂ എന്നൊക്കെ പറഞ്ഞു. ഒരുപാടുണ്ട് കാഴ്ചകളൊക്കെ. അല്ല, ഈ താഴെ കാണുന്ന പുഴയുണ്ട്, അതിലൂടെ നടന്നിട്ടാണ് ആനകൾ അങ്ങോട്ടേക്ക് വരാറ്. ഇവിടുത്തെ കാടാണ്. എന്ത് മനോഹര കാഴ്ചയാണ്! നിറച്ചും കാടാണിത്. കാടിന് ഇപ്പുറത്ത് നിന്നൊരു നാട്, അതാണ് ആനക്കുളം. അങ്ങനെ ഞാൻ നടന്ന് ആനക്കുളം എത്തി. ഇതാണ് ആനക്കുളം. ആനക്കുളം ഫോറസ്റ്റ് റേഞ്ചിൻ്റെ കീഴിലുള്ള സ്ഥലമാണ്. ഇതാണ് കൊച്ചു സ്ഥലം. ഇപ്പം ഇന്ന് രാവിലെ ആനയൊന്നും ഉണ്ടാവില്ല. വൈകിട്ട് 5 മണിയൊക്കെ ആകുമ്പോൾ ഇഷ്ടംപോലെ ആനകളൊക്കെ വരും. ഇന്നലെ നമ്മൾ കണ്ട പോലെ. ഇതിൻ്റെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, ഭഗവതി ക്ഷേത്രമാണ്. ഭഗവതി സേവാ സമിതി ക്ഷേത്രമാണ് ആനക്കുളം. ഇതിൻ്റെ ഇൻഫോ ഉണ്ട്. ഒരു പാർക്കുണ്ട്, ആനേനെ കാണുക, ഇരിക്കാനൊക്കെ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആനക്കുളത്തിനടുത്തുള്ള ഒരു ചെറിയൊരു റിസോർട്ടാണ് ഇത്. പുളിയംകുന്നേൽ റിസോർട്ടാണ്. നല്ല സൗകര്യമാണ്. നിങ്ങൾക്ക് ആനേനൊക്കെ കാണുന്നെങ്കിൽ ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാണാം. പ്രത്യേകിച്ച് രാത്രിയൊക്കെ ഒത്തിരി വൈകും ചിലപ്പോൾ ആനകളൊക്കെ ഇഷ്ടം പോലെ ഇറങ്ങി വരാം. അപ്പം ഇവിടെ ഒരു റിസോർട്ട് എടുത്ത്, ഇവിടെ ചെറിയ പൈസയേ ഉള്ളൂ, 1000 സംതിങ്ങേ ഉള്ളൂ. ഇവിടെ 1000 ഉള്ളൂ. സംസാരിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഇവരുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ അതിൽ പറയുന്നുണ്ട്. 09430899215. The phone number is 04864296216, a landline. അപ്പോൾ നല്ലൊരു റിസോർട്ടാണ്. ഞാൻ പറയാൻ കാരണം ഞാൻ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഇഷ്ടംപോലെ ആനകളും ഇതൊക്കെ കണ്ടു. ഇവിടുത്തെ വൈബും അടിപൊളിയാണ്. രാവിലത്തെ കോടമഞ്ഞും അതിൻ്റെ കാഴ്ചകളൊക്കെ. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്ററേ ഉള്ളൂ ദൂരം. വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് പോകാം. ഞാൻ സ്കൂട്ടിയിലാണ് വന്നത്. അപ്പോൾ നല്ല റിസോർട്ടാണ്. ഞാൻ ഇവിടെ സ്റ്റേ ചെയ്തതാണ്. നല്ല ഫെസിലിറ്റിയൊക്കെയാണ്. അപ്പോൾ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് തരാം. താങ്ക് യു. ഈ റൂമിൻ്റെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം റൂം കാണിച്ചു തരാം. ഇതൊക്കെ കോമൺ ഏരിയ ആണ്. ഇവിടെ സിറ്റ് ഔട്ടൊക്കെ ഉണ്ട്. ഇത് ഗസ്റ്റിൻ്റെ റൂം. ഇത് എൻ്റെ റൂമാണ് കാണിച്ചത്. ഇതാണ് റൂം. കിടിലൻ തന്നെയാണ്. നല്ല ഇത് ഡബിൾ റൂമാണ്. സിംഗിൾ റൂമുണ്ട്. കിടിലൻ തന്നെയാണ്. അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട്. ഫാൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ, അത്രയ്ക്ക് തണുപ്പാണ് രാത്രി. പിന്നെ ടോയ്ലറ്റ്, അത്യാവശ്യം സൗകര്യമുള്ള ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഹീറ്ററിൻ്റെ ചൂടുവെള്ളത്തിന് ഹീറ്ററുണ്ട്. ഈ റൂമിലില്ല, ആ റൂമിലുണ്ട്. സൗകര്യമായിട്ട് ചെറിയൊരു ടോയ്ലറ്റ്, ഹീറ്റർ ഒക്കെ ഉണ്ട്. നല്ലൊരു റൂം ചെറിയ പൈസയൊക്കെ നമുക്ക് കിട്ടും. ഏറ്റവും വലിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്ത് ആനകളൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് നിൽക്കാം. അപ്പോൾ നല്ലൊരു റിസോർട്ടാണ്. എനിക്ക് തോന്നുന്നത് ഈ അടുത്ത് വളരെ അപൂർവം, വളരെ അടുത്തുള്ള എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഏറ്റവും അടുത്തുള്ള റിസോർട്ടാണിത്. ആനക്കുളത്തിനടുത്തുള്ള ഏറ്റവും അടുത്തുള്ള റിസോർട്ടാണ്. എനിക്ക് തോന്നുന്നു ആനക്കുളത്തിൻ്റെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള റിസോർട്ടാണിത്. ബാക്കിയൊക്കെ ഹോം സ്റ്റേസ് ഇഷ്ടംപോലെ നമുക്ക് വഴിയോരത്തൊക്കെ കാണാം.
അതല്ലാതെ റിസോർട്ട് എന്ന് പറയുന്നത് ഈ ഒന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് താമസിച്ച് നോക്കാം.